ഹലോ, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ യൂട്യൂബ് വീഡിയോ കാണുന്നവരുടെ അഭിപ്രായം പറയുക, ശ്രദ്ധിക്കുക. ഞാൻ പറയുന്നത് നമുക്കൊക്കെ ജീവിതം ഒന്നേ ഉള്ളൂ, പറയാൻ മനസ്സിലാവുന്നുണ്ടോ? അത് നമ്മൾ പരമാവധി പാഴാക്കി കളയരുത്. അതായത് പെമ്മക്കളുള്ള അച്ഛന്മാരുടെ അടുത്തും സുന്ദരിയായ ഭാര്യന്മാരുടെ ഭാര്യയുള്ള ഭർത്താക്കന്മാരുടെ അടുത്തും ഞാൻ ഈ വീഡിയോ ഞാൻ ഇറക്കുവാണ്. ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളാണ്. എന്താ നടന്നിരിക്കുന്നറിയോ? എന്നാ നടക്കുന്നതെന്നറിയോ നിങ്ങൾ? നമ്മൾ കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കുന്ന പെമ്മക്കള് വേറെ ഒരുത്തൻ്റെ വാക്ക് കേട്ടിട്ട് അവളിറങ്ങി അങ്ങ് പോകും. നമ്മൾ കരഞ്ഞിട്ട് കാര്യമില്ല. കാരണം നമ്മൾ പറയുന്ന കേൾക്കില്ല അവർ. പിന്നെ അവർ ബ്രെയിൻ വാഷ് ചെയ്ത് അവരുടെ ജീവിതമായി. പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? എന്ന് പറഞ്ഞ പോലെ നമ്മളെ ഭാര്യന്മാരായാലും ശരിയാണ്, അവര് വേറെ ഒരാളായിട്ട് ബന്ധം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ആ പേരിനെ പറ്റിയിട്ട് വീട്ടിൽ ഒരിക്കലും നമ്മൾ വഴക്കുണ്ടാക്കരുത്. വെറുതെ സംസാരിച്ച് നോക്കുക. പിന്നെ അവർക്ക് ആ ബന്ധം താല്പര്യമാണെങ്കിൽ വിട്ടുകൊടുക്കുക. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കിടന്ന് അവിടെ പോയി സംസാരിച്ചിട്ട് നമ്മൾ അവിടെ കിടന്ന് ഒച്ചപ്പാടുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ അടുത്ത അയൽ വീട്ടുകാരുണ്ട്, ഇതിൻ്റെ സത്യാവസ്ഥ അന്വേഷിക്കൂല. അവർ പറയുന്നത് എന്താ പറയട്ടെ, അവരെന്നും വഴക്കാണ്, ആ പൊലയാടി മോനാണെങ്കിൽ സംശയരോഗം, ഇങ്ങനെ പറയുള്ളൂ. അവനാണെങ്കിൽ സംശയരോഗമുള്ളവരാണ്. കാരണം ഇവള് ചെയ്യുന്ന തെറ്റ് അവർ കാണുന്നില്ല. ഇവള് നാട്ടുകാരുടെ മുമ്പിൽ നല്ലതാണ്. അത് മനസ്സിലാവുന്നുണ്ടോ? മറ്റുള്ള ഒരു ബ്രെയിൻ വാഷ് ചെയ്ത് ഇവരെ മയക്കി എടുക്കുവാണ്. നീ ഇല്ലാത്ത ജീവിതം ആനയാണ്, ചേനയാണ്. ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ കുറെ പേര് ഇറങ്ങിയിട്ടുണ്ട് ഈ പെണ്ണുങ്ങളെ പൈസ തിന്നാൻ വേണ്ടിയിട്ട്. ഞാൻ പറയുന്നത്, എന്തെങ്കിലും കാരണവസ്ഥാൽ ഒരു ഭാര്യ നമ്മളെ വിട്ട് അവർ അടന്നു പോവാണെങ്കിൽ നമ്മൾ ഒരു കാരണവസ്ഥാലും അവരെ നമ്മൾ കൊല്ലരുത്. കാരണം കൊണ്ടുപോകുന്നവൻ അവൾ തല്ലി കൊന്നോളും. അല്ലെങ്കിൽ നല്ല ഫേമസ് ഫിലിമിൽ ചേർത്ത് അങ്ങ് വിട്ടോളും. അല്ലെങ്കിൽ ഒരു 2 മാസം വരെ ഉണ്ടാവുള്ളൂ ഈ പുതുമോടി. അത് കഴിഞ്ഞിട്ട് അവര് വേറെ ഒഴിവാക്കാൻ നോക്കുള്ളൂ. അപ്പോൾ ഇവള് പോവില്ല. ഒഴിവാക്കാൻ നോക്കുമ്പോൾ ഇവള് പോവില്ല. അപ്പോൾ പറയും, ഞാൻ സുഖമായിട്ട് ജീവിച്ചുകൊണ്ടിരുന്ന എന്നെ നീ അങ്ങനെയാക്കി ഇങ്ങനെയാക്കി എന്ന് പറഞ്ഞാൽ വാക്ക് തർക്കം ഉണ്ടാവും. വാക്ക് തർക്കം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ അടിയായി. അവൻ എങ്ങനെയെങ്കിലും ഇവ ഒഴിവാക്കും. കഴുത്തിലൊരു കയറ് ചുറ്റും, അല്ലെങ്കിൽ വിഷം കൊടുക്കും. അതേസമയം ഈ ഭാര്യന്മാരെ നമ്മൾ വിളിച്ചോണ്ട് വന്നു കഴിഞ്ഞാൽ, ഒത്തുതീർപ്പായിട്ട് വിളിച്ചോണ്ട് വന്നാൽ ഇവർ നമ്മളെ കൊല്ലുകയും ചെയ്യും. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റവൻ ബ്രെയിൻ വാഷ് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. ബ്രെയിൻ വാഷാണിത്. പറഞ്ഞ മനസ്സിലായി. ഇപ്പം ഇൻസ്റ്റാഗ്രാമിൽ പുതിയ ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട്. ആത്മവഴിയിലൊരു യാത്ര, എന്നാ കുണച്ച യാത്ര. ഇത് എന്നിട്ട് കുറേ തങ്ങന്മാരുടെയും കുറേ മക്കാമിൻ്റെയും ഇതിൻ്റെയൊക്കെ വീഡിയോ എടുത്ത് ഇവർക്ക് കൊടുത്തു കഴിയുമ്പോൾ അല്ലോ എന്നാ വിശ്വാസിയാ. അതുപോലെ ഈ വേറെ മറ്റുള്ള ആൾക്കാരാണെങ്കിലോ ക്രിസ്ത്യൻ പള്ളീൻ്റെതും അവർ ഓരോരോ വർത്തമാനം പറയുന്നത് കേട്ടിട്ടുണ്ടെങ്കിൽ ദൈവം അവരുടെ കയ്യിലാണ്. പറഞ്ഞു മനസ്സിലാവുന്നുണ്ടോ? അതുപോലെ ഹിന്ദുക്കളിലുണ്ട്. അവർ പൂജ ചെയ്യുന്നതും ഭഗവാന്റെ ഓരോ മതക്കാരും അവരെ മതങ്ങളെ വെച്ചിട്ട് കളിക്കും. പറഞ്ഞു മനസ്സിലാവുന്നുണ്ടോ? അത് കഴിഞ്ഞിട്ട് ഇവർ ഇൻസ്റ്റാഗ്രാമിൽ വേറൊരു ഗ്രൂപ്പ് എടുക്കും. അപ്പം കുറേ പെണ്ണുങ്ങളെ ചേർക്കും. കുറേ പെണ്ണുങ്ങളെ ചേർക്കുമ്പോഴത്തേക്കും ഒരുത്തൻ പറയും, ഞങ്ങളെ കൂട്ടത്തിൽ ഒരാൾ സുഖമില്ലാതെ ആശുപത്രി കിടക്കുവാണ്, അവരൊന്നും പറഞ്ഞിട്ടില്ല, കുറേ ചിലവാവും, നിങ്ങളെല്ലാവരും കൂടി സഹായിക്കുക. ആർക്കാ? അങ്ങനെ ഒരു കോപ്പും ഉണ്ടാവില്ല. കാരണം ഇവർക്ക് തിന്നണം, പുട്ടും കടലടിച്ച് തിന്നണം, പെണ്ണുങ്ങളെ പറ്റി ജീവിക്കണം. പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? തക്കം കിട്ടുവാണെങ്കിൽ നല്ല സുന്ദരിമായ പെണ്ണുങ്ങളെ കണ്ടുകൊണ്ട് അവിടെ പോയിട്ട് അവർക്ക് ജോലി നോക്കി സുഖമായിട്ട് ജീവിക്കണം. അത്രേ ഉള്ളൂ. അപ്പം ഇവർ പല നമ്പറെടുക്കും. ചില പെണ്ണുങ്ങളെന്ന് പറയും, ഞാൻ ചോദിക്കുന്നതിൻ്റെ മറുപടി മാത്രമേ തരുന്നുള്ളൂ, വേറെ ഒന്നും പറയാനില്ലേ. പിന്നെ വിരോധമില്ലെങ്കിൽ നിങ്ങളെ ഫോട്ടോ ഒന്ന് അയച്ചു തരാൻ പറയും. കാരണം പറയട്ടെ, വിരോധമില്ലെങ്കിൽ നിങ്ങളെ ഫോട്ടോ അയച്ചു തരാൻ പറയും. അപ്പോൾ പെണ്ണുങ്ങൾ ഫോട്ടോ അയച്ചു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? നല്ല സുന്ദരിമാരെ പെണ്ണുങ്ങളാണെങ്കിലോ ഫോട്ടോ അയച്ചു കൊടുക്കും. ഫോട്ടോ അയച്ചു കൊടുക്കുമ്പോഴത്തേ അത് മോർക്ക് ചെയ്ത് കീർക്ക് ചെയ്ത് എന്തെങ്കിലും ആക്കി ഇവരെ ഭീഷണി ചെയ്യും. പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? അതേപോലെ നിങ്ങളെ ഭർത്താവിന് എന്നാ ജോലി? അത് നല്ല പൈസക്കാരനാണെങ്കിൽ, നല്ല സാമ്പത്തികം ഉള്ളതാണെങ്കിൽ അവരുടെ ബാക്കിൽ അങ്ങ് കൂടും.
പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ ഫോൺ നമ്പർ അയക്ക്, ഞാൻ എല്ലാം പറഞ്ഞുതരാം, ഞങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി തരാം. എന്നിട്ട് ഇവർ വേറെ രീതി കൂടി ഭർത്താവിനെ ഒഴിവാക്കേണ്ട ഒരു വർത്തമാനം പറയും. എങ്ങനെ? എന്തെങ്കിലും ബുദ്ധിമുട്ട്, ഏതെങ്കിലും മറ്റേ കാര്യം മറിച്ച കാര്യം അത് ആ ജീവിതത്തിൽ അത് ഒഴിവാക്കുക. സ്വന്തം കെട്ടിയവനെ ഒഴിവാക്കാൻ പറയുന്ന അത് ഇവളുമാർക്ക് അറിയില്ല. പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? ഇങ്ങനെ ഓരോരോ വേറെ രീതി കൂടി ഡയലോഗ് അടിച്ചിട്ട് ഇങ്ങനെ ഈ പെണ്ണുങ്ങളെ ശല്യപ്പെടുത്തൂല. ഇവർ ബ്രെയിൻ വാഷ് ചെയ്യില്ല, ബ്രെയിൻ വാഷ് എന്ന് പറയാം അതിന്. പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് അവർ പോവാണെങ്കിൽ അഴിച്ച് അങ്ങ് വിട്ടോളണം. എന്നിട്ട് പോയി കഴിയുമ്പോഴത്തേ പറയണം പോലീസ് ഒരു കംപ്ലൈൻറ്റ് എഴുതി കൊടുക്കണം. പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ ഇവരെ തല്ലിക്കൊന്നിട്ട് നമ്മളെ ജീവിതം എന്തിനാ പാഴാക്കുന്നേ? നമുക്കുള്ള ജീവിതം എന്തിനാ കളയുന്നത്? അവർ പോട്ടുന്നേ, പോകുന്നവർ പോട്ട്, നമുക്ക് ജീവിക്കണ്ടേ? പിന്നെ ഈ പേരും പറഞ്ഞുകൊണ്ട് നമ്മൾ വഴക്കുണ്ടാക്കരുത് കേട്ടോ. വഴക്കുണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാട്ടുകാർ പറയും, നാട്ടുകാരെല്ലാം അവരുടെ സപ്പോർട്ടായിരിക്കും. അവൻ ഹൃദയരോഗിയാണ്, മറ്റേ രോഗിയാണ്, അവന് സംശയരോഗമാണ്, രാത്രി കള്ളുകൂടിയാണ്. എന്നിട്ട് പെണ്ണുപിള്ളേനെ സംശയരോഗം കൊണ്ട് അടിക്കൽ, കൊല്ലൽ, മറിച്ചൽ. ഉപദേശിച്ചാൽ മതി, അവിടെ വഴക്കാണ്. കർണാശലാവുന്നുണ്ട്. അവൾ സ്നേഹിക്കുന്ന പുരുഷനെ കുറ്റം പറയുവാണെങ്കിൽ അവർക്ക് നമ്മളെ കൊല്ലാനുള്ള ദേഷ്യം വരും. പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? പിന്നെ നമ്മൾ എത്ര ചാപ്പാട് കൊടുത്താലോ എന്തെല്ലാം കൊടുത്താലും എന്തെല്ലാം വാങ്ങിച്ചു കൊടുത്താലും അവർക്ക് അതല്ല ഓർമ്മ വന്നത്. മറ്റവൻ പറയുന്ന വാക്കാണ് ഖുർആൻ ഓതുന്നത്, മറ്റവൻ പറയുന്ന വാക്കാണ് ബൈബിളോ പാരായണം ചെയ്യുന്നത്. അതേപോലെ മറ്റവൻ പറയുന്ന വാക്കാണ് ഗീത പറയുന്നത്. പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? അവർക്ക് ആ ചിന്തയെ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ഏതൊരു കാരണവസ്ഥാലും ആരെയും കൊല്ലരുത്. ഇതിനെ അങ്ങ് ഒഴിവാക്കി അങ്ങ് വിട്ടേക്കുക. കാരണം പോലീസുകാർക്ക് നമ്മൾ പൊൻതൂവനം ഉണ്ടാക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? എനിക്കിതേ പറയാനുള്ളൂ. നിങ്ങളെ ലൈഫിനെ സൂക്ഷിക്കുക. ഭാര്യയാവട്ടെ ഭർത്താവാവട്ടെ, നിങ്ങളെ പല പല ആൾക്കാർ ജ്യൂസ് ചെയ്യാൻ വരും. കാരണം ചില പെണ്ണുങ്ങൾ ഇച്ചിരി ഭർത്താക്കന്മാരുടെ നിന്ന് ഇച്ചിരി കുറഞ്ഞിട്ടുണ്ടെങ്കിൽ പറയും അവനെ കൊണ്ട് ഇതിനൊന്നും കഴിയില്ലെന്നേ, എൻ്റെ ഭർത്താവിനെ കൊണ്ട് വരുമാനമൊന്നുമില്ല, ആനയെ ചേനയെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പറയും. ഇതിൻ്റെ മുതലാരെടുക്കുന്നേ? ഇതിൻ്റെ മുതലെടുക്കുന്ന അവന്മാരാണ്. അപ്പോൾ നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തിനെ നിങ്ങൾ ഓർത്ത് നിങ്ങൾ ഈ ഇങ്ങനത്തെ യൂട്യൂബർമാരെയും ഈ ഇൻഷോഗ്രാം ഉള്ള ആൾക്കാരെയും നിങ്ങൾ സൂക്ഷിക്കുക. കാരണം അവർക്ക് കാശ് വേണം. ആരുടെയെങ്കിലും അവർ കുറച്ച് ദിവസം കഴിയുമ്പോൾ അവർ കൊന്നുകൊണ്ട് കൊണ്ടിരിച്ചോളും. പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? ഇതിങ്ങനെ പോകുന്ന പെണ്ണുങ്ങളെല്ലാം ഒരിക്കലും നേർവഴി ജീവിച്ചിട്ടില്ല. അവർ എന്തൊരു വഴക്കായിരിക്കും. കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇവിടെ അടുത്ത് പറയും നീ പൊക്കോന്ന് പറയും, പോകൂല. അപ്പോഴാണ് അവിടെ വഴക്കുണ്ടാക്കുന്നത്. ഓക്കെ, ഗുഡ് മോർണിംഗ്.